തിരുവനന്തപുരം ഇഞ്ചക്കലിനടുത്ത് ആംബുലൻസിൽ നിറങ്ങി ഓടിയ രോഗിയെ ഓടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ച ചെങ്കൽ സ്വദേശി രാജേന്ദ്രന് പേവിഷബാധ എന്നുള്ളതാണ് സംശയം. റിനു ശ്രീധർ ഈ സംഭവസ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട്. ഇഞ്ചക്കലിൽ റിനു, എന്താണ് ഈ ആംബുലൻസിന്റെ ആൾക്കാർ പറയുന്നത്? ചില്ല് പൊട്ടിച്ചിറങ്ങി ഓടിക്കൊണ്ടിരിക്കുന്ന ആംബുലൻസിൽ നിന്നൊക്കെ പറയുന്നത് എങ്ങനെ സംഭവിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. പറഞ്ഞു അസിത, ഹാഷ്മി, ഇന്ന് പുലർച്ചെയാണ് നെയ്യാറ്റിൻകര ചെങ്കൽ സ്വദേശിയായിട്ടുള്ള രാജേന്ദ്രന് പേവിഷബാധയാണെന്നൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞ് 108ലേക്ക് ഒരു കോൾ വരുന്നത്. തുടർന്ന് 108 ആംബുലൻസ് സ്ഥലത്തെത്തുകയും ഇദ്ദേഹത്തെ ആംബുലൻസിൽ കയറ്റി കൊണ്ടുവരികയും ചെയ്തു. മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴിക്ക് ഈ ബൈപ്പാസിൽ ഈഞ്ചക്കൽ ജംഗ്ഷനിൽ വെച്ച് അദ്ദേഹം ആംബുലൻസിനകത്ത് വലിയ രീതിയിലുള്ള അക്രമാസക്തമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. ആംബുലൻസിനകത്തെ ഉപകരണങ്ങളെല്ലാം തന്നെ അടിച്ചു നശിപ്പിക്കുന്ന ഒരു സാഹചര്യം, അതായത് പേവിഷബാധയുടെ എല്ലാ ലക്ഷണങ്ങളും അദ്ദേഹം കാണിച്ചിരുന്നു എന്നുള്ളതാണ് ആംബുലൻസ് അധികൃതർ പറയുന്നത്. തുടർന്ന് ഇദ്ദേഹം ഈ വാഹനം നശിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ആംബുലൻസ് ജീവനക്കാർ ആ വാഹനം നിർത്തുന്നു. തുടർന്ന് ഈ ഡോർ തുറന്ന് ഇദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം ഇദ്ദേഹത്തെ കാണാതാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഈഞ്ചക്കലിലെ ബൈപ്പാസ് നിർമ്മാണത്തിന് വേണ്ടി എടുത്തൊരു കുഴിയിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കാണപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ആംബുലൻസിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി ഓടി വലിയ രീതിയിലുള്ള ഒരു അക്രമാസക്തമാകുന്ന സാഹചര്യത്തിലേക്ക് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു. തുടർന്ന് ഇവർ ഈ 108 ആംബുലൻസുകാർ പോലീസിനെ വിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. പോലീസ് ഇവിടെ എത്തുമ്പോഴേക്കും അദ്ദേഹം ഓടി മറഞ്ഞിരുന്നു, അദ്ദേഹത്തെ കാണാനില്ലായിരുന്നു. പിന്നീട് മണിക്കൂറുകൾക്ക് നീണ്ട തെരച്ചിലിനൊടുവിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഈ ഈഞ്ചക്കൽ ബൈപ്പാസ് നിർമ്മാണത്തിനായി എടുത്ത കുഴിയിൽ ഒരു ചാലിൽ കാണാൻ വേണ്ടി അത് കമിഴ്ന്നു കിടക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു മൃതദേഹം എന്നുള്ളതാണ്. തുടർന്ന് അപ്പോൾ തന്നെ ആംബുലൻസിൽ അദ്ദേഹത്തിന്റെ ശരീരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്നുള്ളതും നമുക്ക് വിവരമായി ലഭിക്കുന്നുണ്ട്. അപ്പോഴേക്കും മരിച്ചു എന്നുള്ളതാണ് സ്ഥിരീകരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഈ പേവിഷബാധ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങുന്നത് അതിന്റെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നു. ഒരുപക്ഷെ ആ സമയത്ത് ചികിത്സ പോലും ഫലിക്കപ്പെടില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ വീട്ടുകാരോടുള്ള സംസാരിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നോ? എന്തുകൊണ്ടാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ അത്ര വൈകിയത് എന്ന കാര്യം അറിഞ്ഞിരുന്നോ? എന്തുകൊണ്ടാണ് പേവിഷബാധ ഏറ്റത് അല്ലെങ്കിൽ പേവിഷബാധ ഉണ്ടായത് എന്നതിനെപ്പറ്റി എന്തെങ്കിലും അറിവുണ്ടോ? അറിഞ്ഞു? നിലവിൽ ബന്ധുക്കളെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എന്തായാലും ആംബുലൻസ് അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ് നമ്മൾ ഇപ്പോൾ പങ്കുവച്ചത്. എന്തായാലും ഈ ബന്ധുക്കൾ ഈ ആംബുലൻസിനെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. അതായത് തൊട്ടു പിന്നാലെ ഈ ആംബുലൻസിനുള്ളിൽ ഇദ്ദേഹം ഈ വിഭ്രാന്തി കാണിക്കുന്നത് കൊണ്ട് തന്നെ ബന്ധുക്കൾ ആരും കയറിയിരുന്നില്ല എന്നുള്ളതാണ്. ആംബുലൻസ് ജീവനക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈഞ്ചക്കലിൽ എത്തുമ്പോൾ അദ്ദേഹം വളരെ അക്രമാസക്തമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. തുടർന്ന് ഈ ഡോർ തുറന്ന് പുറത്തേക്ക് ഓടുകയായിരുന്നു. തൊട്ടു പിന്നാലെ കാറിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കളും ഉണ്ടായിരുന്നു. എല്ലാവരും ചേർന്ന് തെരച്ചിൽ നടത്തിയെങ്കിൽ അദ്ദേഹത്തെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞില്ല. തുടർന്ന് പിന്നീടാണ് ഈ എടുത്ത ഈ കുഴിയിൽ, ഈ ചാലിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കാണപ്പെടുന്നത്, അദ്ദേഹത്തിന്റെ ശരീരം കാണപ്പെടുന്നത്. തുടർന്ന് മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും അദ്ദേഹത്തിന് ചികിത്സ നൽകുവാൻ വേണ്ടി ആരംഭിക്കുമ്പോൾ അദ്ദേഹം മരിച്ചിരുന്നു. എന്തായാലും പേവിഷബാധയാണെന്നുള്ളൊരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. നിലവിൽ ബന്ധുക്കളും ഒപ്പം ഈ ആംബുലൻസ് അധികൃതരും പറയുന്നത് അത്തരം ലക്ഷണങ്ങളാണ് കാണിച്ചത്. തുടർന്ന് അവർക്ക് ഫോൺ കോൾ വന്നതും ഇത്തരം ലക്ഷണത്തോടു കൂടി ചില വിഷയങ്ങളുണ്ട്. കാരണം വെള്ളമൊക്കെ കാണുമ്പോൾ അദ്ദേഹം വലിയ രീതിയിൽ അക്രമാസക്തമാകുന്നു എന്നുള്ളതാണ് ബന്ധുക്കൾ പങ്കുവച്ചത് ആംബുലൻസ് ജീവനക്കാരോട്. തുടർന്നാണ് ഈ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയതും. ഹാഷ്മി, അസിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.